ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഷാഡോ ബ്ലോഗ്സ്. കുറേ നാളായിട്ട് നമ്മൾ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട്, അപ്പോൾ ഞാൻ ഓർത്ത് ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ട് വരാണ്. ഇന്ന് വന്നതെന്ന് വെച്ചാൽ നിങ്ങൾ തമിഴ്നാട്ടിൽ കണ്ടതുപോലെ BSc നേഴ്സിംഗ് ഇപ്പോൾ +2 കഴിഞ്ഞ കുറേ പേര് ചിന്തിക്കുന്നുണ്ടാവും നേഴ്സിംഗ് എന്നൊരു ഓപ്ഷനെ കുറിച്ചിട്ട്. എന്നോട് കുറച്ച് പേര് നേഴ്സിങ്ങിനെ കുറിച്ചിട്ട് ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ഇതേപോലെ ഒരു വീഡിയോ ചെയ്യാമെന്ന്. നമ്മൾ BSc നേഴ്സിംഗ് സെലക്ട് ചെയ്യുമ്പോൾ മനസ്സിൽ കാണേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നല്ല കഷ്ടപ്പാടാണ് BSc നേഴ്സിംഗ് പാസ്സായി വരാൻ. ഇപ്പോൾ സെമ്മാണ്, അപ്പോൾ നമുക്ക് ഏകദേശം 8 സെം ഉണ്ടാവും. ആ 8 സെമ്മും പാസ്സായി വരാൻ നല്ല കഷ്ടപ്പാടാണ്. എന്നോട് കുറച്ച് പേര് ചോദിച്ചു, ചേച്ചി ഞങ്ങൾ BSc നേഴ്സിംഗ് എടുത്തു കഴിഞ്ഞാൽ കുടുങ്ങുമോ, പാസ്സാവുമോ, എടുത്തിട്ട് പകുതിയിലായി പോവോ, കാരണം ഇപ്പം നല്ല പൈസയാണ്, അങ്ങനെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. ശരിയാണ്, ഇപ്പോൾ BSc നേഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ അത്യാവശ്യം നല്ല പൈസയുണ്ട്. അതുകൊണ്ട് തന്നെ എടുത്താൽ കുടുങ്ങത്തൊന്നുമില്ല. നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ സെറ്റായിട്ട് പാസ്സാവാനും പറ്റും. അതാണ് ഫസ്റ്റ് കാര്യം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഈ 4 വർഷം ക്ലിനിക്കൽ പോസ്റ്റിംഗ് ഉണ്ടാവും, അതായത് ഡ്യൂട്ടി ഉണ്ടാവും ഹോസ്പിറ്റലിൽ. ഈ ഫീൽഡിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച് പണിയെടുക്കണം, അതായത് പണിയെടുത്ത് പഠിക്കണം, അങ്ങനെയും പറയൂലേ. നമുക്ക് തിയറിനേക്കാൾ ഉപരി നമുക്ക് വേണ്ടത് എന്താ പറയുന്നത്, പ്രാക്ടിക്കലാണ്. ഇപ്പം നമുക്ക് ഒരു നീഡിൽ അതെങ്ങനെ ഉപയോഗിക്കണം അതിനെക്കുറിച്ച് നമ്മൾ അറിയണം. അത് നേരെ മറിച്ച് നമ്മൾ തിയറിയിൽ പഠിക്കുന്നത് മാത്രമല്ല നമുക്ക് വേണ്ടത്, നമുക്ക് പ്രാക്ടിക്കൽ നോളജ് വേണം. അതിന് നമ്മൾ എന്ത് വേണം, ക്ലിനിക്കൽ പോസ്റ്റിംഗ് നമുക്ക് കിട്ടും. ആ പോസ്റ്റിങ്ങിൽ നന്നായിട്ട് അത് ഉപയോഗിക്കുക, അതാണ് ഫസ്റ്റ് വേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ തിയറിയും പഠിക്കണം. തിയറി പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് എന്തുണ്ടാവും, അസൈൻമെൻറ്റ്, സെമിനാർ, അത് ഇത് എന്ന് പറഞ്ഞ് കുറേ സാധനം എഴുതാനുണ്ടാവും. അപ്പോൾ നമുക്കിതെല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം. അതാണ് ഫസ്റ്റ് വേണ്ടത്. ഓക്കെ, നേഴ്സിംഗ് ആണോ എളുപ്പമല്ലേ പഠിക്കാൻ എന്ന് പറഞ്ഞ ചില ആൾക്കാരുണ്ട്. അവരോടാണ് എനിക്ക് പറയാനുള്ളത്, 4 വർഷം കഷ്ടപ്പെട്ട് അനാട്ടമി, ഫിസിയോളജി, ന്യൂട്രീഷൻ, ബയോകെമിസ്ട്രി എന്ന് വേണ്ട OBG മുതൽ എല്ലാ സാധനവും പഠിച്ച് പാസ്സായി അതിൻ്റെ കൂടെ പണിയെടുത്ത് കഷ്ടപ്പെട്ട് റൂമിൽ വന്ന് കിടക്കാൻ പോലും പറ്റാണ്ട് അവിടെ ഇരുന്ന് അസൈൻമെൻറ്റ് എഴുതി അത് പാസ്സായി വൈവ് അറ്റൻഡ് ചെയ്ത് എന്നിട്ടാണ് ഈ 4 വർഷം കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു നേഴ്സ് പുറത്ത് വരുന്നത്. അപ്പോൾ നിങ്ങളെ മുഖത്ത് കാണുന്ന പുച്ഛമുണ്ടല്ലോ, നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ചുമ്മാ അവിടെ പോയി ഇരുന്നിട്ട് എക്സാം എഴുതി പാസ്സാവുന്നതാണ്. അല്ല, കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സാവുന്നതാണ്. സോ ഇനി മേലാൽ ആരും വന്ന് പറഞ്ഞേക്കരുത് നേഴ്സിംഗ് ഭയങ്കര എളുപ്പമാണ്. ഓക്കെ, നമ്മളെ ഏറ്റവും വലിയ ഉപകാരം എന്ന് വെച്ചാൽ നമുക്ക് പഠിച്ചിറങ്ങിയ ഉടനെ പണി കിട്ടും. അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു ഉപകാരം ഈ ഒരു ഫീൽഡിൻ്റെ. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു നെക്സ്റ്റ് ഡേ ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ എന്നോട് എൻ്റെ ഏട്ടൻ ഏച്ചിയൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ അവർക്ക് സോഫ്റ്റ്വെയർ ഫീൽഡാണ്. അപ്പോൾ ഏട്ടൻ ഏച്ചിയൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ കുറേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, നിനക്കൊക്കെ ലെക്കാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പറയാം, ഈ ഫീൽഡ് ഭയങ്കര ലെക്കാണ്. നമുക്ക് ജോലി എന്തായാലും കിട്ടും. പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ ജോലി ഉറപ്പാണ്. അതിൻ്റെ കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതേപോലത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റേതായ പോരായ്മകൾ ഉണ്ടാവും. എല്ലാം പറഞ്ഞു തീർന്നോ എന്ന് എനിക്കും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഇനി പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോ, ഞാൻ അതിനെക്കുറിച്ചിട്ട് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജോ അയച്ചു തരാം. എന്തായാലും കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി കുറേ കാര്യങ്ങൾ ഇനിയും പറയാനുണ്ടെന്ന് എനിക്കറിയാം. സോ നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ചോദിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. BSc നേഴ്സിംഗ് എന്നൊരു ഫീൽഡിലേക്ക് വരാൻ താല്പര്യമുള്ള എല്ലാവർക്കും ഒന്നും നോക്കണ്ട, കേൾക്കാം. ഓക്കെ, അപ്പോൾ ഓക്കെ, ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുവാണ്. ഇതിൽ കുറേ കാര്യങ്ങൾ ഇനി പറയാനുണ്ട്. പിന്നെ കുറേ കാര്യങ്ങൾ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. എന്തൊക്കെയോ ഞാൻ പറയാൻ വിചാരിച്ചു, പക്ഷേ എല്ലാം കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. സോ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോ, നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയാനുള്ളതെന്ന് വെച്ചാൽ അത് ചോദിച്ചോ, ഞാൻ പറഞ്ഞുതരാം. എന്നെക്കൊണ്ട് പറയാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ചോദിച്ചോ. അപ്പോൾ ഓക്കെ, ബൈ.